ഹേ ഓൾ, അപ്പോൾ ഇന്ന് ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സ്നാക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് കാബേജ്, കുറച്ച് സബോള, കുറച്ച് പച്ചമുളക്. ഒരു പച്ചമുളക് ഞാൻ ഇട്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നല്ല കുനുകുന അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കടലപ്പൊടി, അതായത് ഒരു 3 to 4 സ്പൂൺസ് ഓഫ് കടലപ്പൊടി ഞാൻ ഇതിട്ടിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അതിനെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. അന്നെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ എപ്പോഴും പച്ചക്കറി മാത്രം ഫ്രണ്ടിൽ നിൽക്കാൻ ശ്രമിക്കുക. കടലപ്പൊടി കൂടി പോകാൻ പാടില്ല കേട്ടോ. കുറച്ച് കായപ്പൊടി ഇടുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിന് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമ്മൾ ഈ ഒരു പാനിലേക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരുക എന്നുള്ളതാണ്. രണ്ട് വശവും ആവശ്യത്തിന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കിന് ഈ സംഭവം നമുക്ക് എടുക്കാനുള്ള ടൈമാകും. സോ ഇതെടുത്ത് മാറ്റുക. പിന്നെ എപ്പോഴും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഇസ് ലൈക്ക് നമ്മുടെ ചായ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ഏലക്കൊക്കെ ഇട്ട് ഒരു ചായയുടെ കൂട്ടത്തിൽ ഈ ഒരു സ്നാക്കും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ വേറെ ഒന്നും വേണ്ട. സോ അതും കൂടെ ഉണ്ടാക്കിയിട്ട് ആ സ്നാക്കിൻ്റെ കൂട്ടത്തിൽ ചായയും കൂടെയൊക്കെ കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണിത് കേട്ടോ. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു. അധികം ഒരു സാധനത്തിൻ്റെ ആവശ്യം ഇവിടെ വേണ്ടി വരുന്നില്ല. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കാണും കേട്ടോ. സോ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു വൈകുന്നേരം അങ്ങനെ ആസ്വദിച്ച് സന്തോഷമായിട്ട് കടന്നു പോകാം. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ട്രസ്റ്റ് മീ, ദേ വിൽ ലവ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.